നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ് അവതാരകനായിട്ടുള്ള രാജേഷ് കേശവ്. രാജേഷ് കേശവിന്റെ ഇപ്പോഴത്തെ ആരോഗ്യനില എന്ത് എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും പലരും അന്വേഷിക്കാറുണ്ട്. ഏതായാലും ഇപ്പോൾ രാജേഷ് കേശവിന്റെ ആരോഗ്യനിലയിലെ പുരോഗതിയെക്കുറിച്ച് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സുഹൃത്തും സഹപ്രവർത്തകനുമായിട്ടുള്ള പ്രതാപ് ജയലക്ഷ്മി. നടനും അവതാരകനുമായ രാജേഷ് കേശവിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നു. രാജേഷിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് കുറിപ്പാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ആ കുറിപ്പ് വളരെ വേഗത്തിലാണ് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആളുകളാണ് അത് കണ്ടത്, നിരവധി ആളുകളാണ് അത് ഷെയർ ചെയ്തത്. രാജേഷ് കണ്ണു തുറന്നെന്നും ചികിത്സാ കാലാവധി 6 മാസം വരെ നീണ്ടേക്കാമെന്നാണ് സുഹൃത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. കണ്ണ് തുറന്നെങ്കിലും ഫോക്കസ് കുറച്ചും കൂടി വ്യക്തമാകേണ്ടതുണ്ടെന്നും കേൾവിശക്തി ഉണ്ടെന്നും വ്യക്തമായതോടെ പലവിധ തെറാപ്പികൾ ചെയ്യുന്നുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു. സിനിമ സംബന്ധിതമായ വാർത്തകൾ അറിയിക്കുമ്പോഴാണ് രാജേഷിൽ നിന്നും കൂടുതൽ പ്രതികരണം ഉണ്ടാകുന്നതെന്നും ഇത്തരം ചലനം ഏറെ പ്രതീക്ഷ പകരുന്നവയാണെന്നും കുറിപ്പിൽ പറയുന്നു. ഓഗസ്റ്റ് അവസാന ആഴ്ചയിലാണ് കൊച്ചി ക്രൗൺ പ്ലാസയിൽ വെച്ച് നടന്ന പരിപാടിക്കിടെ രാജേഷ് കുഴഞ്ഞു വീണത്. ഗുരുതരാവസ്ഥയിലായ രാജേഷ് 1 മാസത്തോളം ലേക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി വെല്ലൂരിലേക്ക് മാറ്റി. പിന്നീട് അവിടെ ഇപ്പോഴും ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ രാജേഷിന്റെ ഇപ്പോഴത്തെ ആരോഗ്യനിലയെക്കുറിച്ച് സുഹൃത്ത് പങ്കുവച്ചിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം. രാജേഷിനിപ്പോൾ എങ്ങനെയുണ്ട്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എനിക്ക് വരുന്ന എല്ലാ മെസ്സേജുകളും ഇത് മാത്രമാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഞാനൊരു യാത്രയിലായിരുന്നതിനാൽ കൃത്യമായി റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരോടും ക്ഷമാപണം. എല്ലാ ദിവസവും എവിടെയായിരുന്നാലും രൂപേഷിൽ നിന്നും അപ്ഡേറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിലും നേരിട്ട് വന്ന് കണ്ട് എഴുതുന്നതാണ് അതിന്റെ ഒരു ശരിയെന്ന് തോന്നി. ഇന്ന് 60 ദിവസമായി രാജേഷ് കിടക്കയിലായിട്ട്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് 1 മാസവും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ PMR ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ചികിത്സകൾ ഏകോപിപ്പിക്കുന്നത്. വിവിധ തെറാപ്പികൾ രാജേഷിനെ ചെയ്യിപ്പിക്കുന്ന കാര്യം മുൻപ് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും പലതും ഞങ്ങൾ ആദ്യമായി കാണുന്നവയാണ്. രാവിലെ തുടങ്ങുന്ന സ്പീച്ച് തെറാപ്പിയും ഫിസിയോതെറാപ്പിയും സാധാരണ നമുക്ക് പരിചിതമായ ഒന്നല്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള ഒക്യുപേഷണൽ തെറാപ്പിയും അതിന്റെ സമയവുമെല്ലാം രോഗിയുടെയും കൂടെയുള്ളവരുടെയും ക്ഷമയും മാനസിക നിലയെയും ചിലപ്പോൾ പരീക്ഷിക്കുന്നവയാണ്. ഒരേ കാര്യം പലതവണ പറഞ്ഞു മടുക്കാതെ ചെയ്യിപ്പിക്കുന്ന ഇവിടുത്തെ തെറാപ്പിസ്റ്റുകളുടെ ആത്മാർത്ഥതയെയും സഹനശക്തിയെയും മനസ്സുകൊണ്ട് നമിക്കുന്നു. രാജേഷ് കണ്ണു തുറന്നോ എന്ന് ചോദിക്കുന്നവരോട് അതെ എന്നാണ് ഉത്തരമെങ്കിലും ഫോക്കസ് കുറച്ചുകൂടി ക്ലിയർ ആകേണ്ടതുണ്ട്. കേൾവിശക്തി ഉണ്ടെന്ന് വ്യക്തമായതോടെ പലവിധ തെറാപ്പികൾ ചെയ്യാൻ കൂടുതൽ ധൈര്യം ഡോക്ടർമാർക്കും വന്നിട്ടുണ്ട്. പക്ഷേ രാജേഷ് ചിലപ്പോൾ പാതിമയക്കത്തിൽ ഒരു തെറാപ്പിയും ചെയ്യാതെ മടി പിടിച്ചു കിടക്കുമ്പോൾ കൂടെയുള്ളവരെ അത് വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് അവൻ അറിയുന്നുണ്ടാവുമോ? എങ്കിലും ക്ഷമയോടെ സാവധാനമാണെങ്കിൽ കൂടിയും പരമാവധി ചികിത്സ നൽകുവാൻ ഇവിടെ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. രാജേഷിന് ചികിത്സാ സഹായം നൽകിയ വേണു കുന്നപ്പള്ളിയെ പോലുള്ള സുമനസ്സുകളെ നന്ദിയോടെ ഓർക്കുന്നു. രാജേഷിനെ കേൾപ്പിക്കാൻ വോയിസ് നോട്ട്സ് അയക്കുന്നവരോട് ഒത്തിരി സ്നേഹം. ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ട്. ചികിത്സാ കാലാവധി 6 മാസം വരെ നീണ്ടേക്കാം. അതിനിടയിൽ അത്ഭുതങ്ങൾ സംഭവിച്ച കഥകൾ ഇവിടെ പലരും പറഞ്ഞു കേൾക്കുന്നതും ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട്. രാജേഷ് അഭിനയിച്ച ഇന്നസെന്റ് സിനിമയുടെ റിലീസ് ഡേറ്റും ധ്യാനോടൊപ്പം അഭിനയിച്ച വടക്കൻ തേരോട്ടം എന്ന മൂവിയുടെ റിലീസ് വാർത്തകളും അടക്കം നിരവധി സിനിമ വിശേഷങ്ങൾ രാജേഷിനെ അറിയിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് കൂടുതൽ റെസ്പോൺസ് അവനിൽ ഉണ്ടാകുന്നത്. ആ ചലനങ്ങൾ ഏറെ പ്രതീക്ഷ പകരുന്നവയുമാണ്. കിടക്കയിൽ നിന്ന് എണീറ്റ് ചിരിച്ച മുഖത്തോടെ കൈവീശി കാണിക്കുന്ന രാജേഷിനായി നമുക്ക് കാത്തിരിക്കാം. അവനോടുള്ള പ്രാർത്ഥനയും സ്നേഹവും എന്നത്തെ പോലെയും നമുക്ക് തുടരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും രാജേഷ് പഴയതിലും ഊർജ്ജസ്വലനായി തിരിച്ചു വരട്ടെ എന്നാണ് കമന്റുകളിലടക്കം നിരവധി ആളുകൾ പറയുന്നത്. തീർച്ചയായിട്ടും രാജേഷിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട്. എന്നും പല വേദികളിലടക്കം തന്നെ വളരെ സുപരിചിതനായിട്ടുള്ള മുഖമാണ് രാജേഷിൻ്റെത്. വളരെ വേഗത്തിൽ തന്നെ ആരോഗ്യവാനായി പഴയതിനേക്കാൾ കൂടുതൽ ഊർജ്ജത്തോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.